മറ്റൊരു കൃഷിയും ഗതിപിടിക്കാതെ വന്നപ്പോഴാണ് വയനാട് വാഗേരിയിലെ കർഷകർ കാപ്പി കൃഷിയിലേക്കും അതോടൊപ്പം പശു വളർത്തലിലേക്കും തിരിഞ്ഞത്. ഇപ്പോൾ കാപ്പിക്കൊരു വിളവെടുപ്പിന്റെ കാലമാണ്. പക്ഷേ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ നരഭോജി കടുവയെ പിടികൂടാനാകാത്തതിനാൽ കാപ്പിത്തോട്ടത്തിലേക്ക് ഇറങ്ങാൻ പേടിയാണ് കർഷകർക്ക്. വയനാട്ടിലിപ്പോൾ കാപ്പിക്കുരു പറിക്കുന്ന കാലമാണ്. നേരത്തെ ആനയെ പേടിക്കണമായിരുന്നു, ഇപ്പോൾ കടുവയെയും. കൂടല്ലൂർ നിവാസികളായ ശങ്കരനും റജിയും കാപ്പി കൃഷിയും പശു വളർത്തലുമാണ് ഉപജീവനം. നേരത്തെ കടുവ പിടിച്ച കിടാരികളും ആന ചവിട്ടിപ്പൊളിച്ച വീടിൻ്റെ വാതിലും ഇവർക്ക് നടുക്കുന്ന ഓർമ്മയാണ്. മുമ്പ് ഇഞ്ചിയും വാഴയും ഒക്കെ നട്ടിരുന്നു. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ ആ കൃഷിയിൽ തുടരാൻ അനുവദിച്ചില്ല. ഇപ്പോൾ കാപ്പിക്കുരു പറിക്കുമ്പോൾ നെഞ്ചിൽ ഒരു ആന്തലുണ്ട്. കാപ്പി തോട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയപ്പാടാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തും റോഡിൻ്റെ സൈഡിലും മാത്രം നിന്നിട്ടാണ് ഇപ്പോൾ കാപ്പിക്കുരു പറിക്കുന്നത്. അപ്പോൾ ഇതേതായാലും പറിക്കാതെ ഇരിക്കാൻ പറ്റില്ല, നമുക്ക് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞെങ്കിൽ പോലും നമുക്കത് ഇറങ്ങാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. വേറെ മാർഗങ്ങളൊന്നുമില്ല ജീവിതത്തിന്. ഞങ്ങൾ പശുക്കളെ ആശ്രയിച്ചായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ പ്രജീഷിൻ്റെ മരണശേഷം ഞങ്ങൾ പുല്ല് മുറിക്കാൻ തോട്ടത്തിൽ ഇറങ്ങാറില്ല, പേടിച്ചിട്ടാണ് ഇറങ്ങാത്തത്. ആന വരുന്നത് കാണാനാകും, കടുവയെ അങ്ങനെയല്ല. കാപ്പിച്ചെടികൾക്കിടയിൽ പതുങ്ങി നിൽക്കുന്നത് അറിയില്ല, അതാണ് പേടി. ഇപ്പോൾ കടുവയുടെയാണ് മെയിൻ പ്രശ്നം. ആന പിന്നെ ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് ഇവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ മാറിയൊക്കെ പോകാം. കടുവയെ അങ്ങനെ പറ്റുമല്ലോ, അല്ല കാപ്പിൻ്റെ അടിയിൽ എവിടെയെങ്കിലും കടന്നു കഴിഞ്ഞാൽ എല്ലാം വലിയ പ്രശ്നമാണ്. എല്ലാം പേടിച്ചിട്ട് അങ്ങോട്ടും ഇറങ്ങാൻ പറ്റുമല്ലോ. ഇപ്പോൾ കാപ്പി പറിക്കുന്നൊക്കെ തന്നെ വീടിൻ്റെ അടുത്തൂടെ കയ്യിലൊക്കെ ഉള്ള കാപ്പിയൊക്കെ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഉള്ള പഴുത്തൊക്കെ ആയിരിക്കുക. ഇപ്പോൾ പറിക്കേണ്ട സമയങ്ങളാണ് ഇനി. അപ്പോൾ എങ്ങനെ അതിനൊന്ന് പിടിച്ചു പോയാൽ മതിയായിരുന്നു ഇവിടുന്ന്. കാപ്പിക്കുരു പറിക്കൽ കൃത്യസമയത്ത് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അടുത്ത വിളവെടുപ്പിനെ അത് ബാധിക്കും. ഈ ആശങ്ക ഇവരുടെ മാത്രമല്ല. അതിനാൽ പ്രജീഷിനെ കൊന്ന കടുവയ്ക്ക് പിടിവീഴണം, വൈകരുതെന്ന് പറയുന്നുണ്ടിവർ. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.